നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ സെമി ഫൈനലിന് ഇന്ന് തുടക്കമാവുകയാണ്. രണ്ട് സെമി ഫൈനലുകളിൽ ഒരു സെമി ഫൈനൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കും. അതിൽ സ്പെയിൻ ഫ്രാൻസിനെയാണ് നേരിടുക. രണ്ട് ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും മികച്ച രണ്ട് ശക്തികളാണ് സ്പെയിനും ഫ്രാൻസും. അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്ന ആകാംക്ഷ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കുമുണ്ട്. കിലിയൻ എംബാപ്പെ, ആധുനിക ഫുട്ബോളിലെ ഇതിഹാസ താരമായ കിലിയൻ എംബാപ്പയും ലോക ഫുട്ബോളിലെ ഭാവി താരമെന്നറിയപ്പെടുന്ന യമാലും, സ്പെയിനിൻ്റെ യമാലും, ഫ്രാൻസിനെ കിലിയൻ എംബാപ്പെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സ്പെയിനിനെ ലാമിൻ യമാൽ എന്ന 19 വയസ്സുകാരനാണ് മുന്നിൽ നിന്ന് നയിക്കുക. അപ്പോൾ അതൊരു ഉജ്ജ്വല പോരാട്ടമായിരിക്കും. ആ പോരാട്ടം എന്ന് പറയുന്നത് അതിഗംഭീരമായ ആക്രമണവും പ്രത്യാക്രമണവും നിറഞ്ഞതായിരിക്കും. ചെറുത്തുനിൽപ്പുകളുടേതും കൂടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ കാര്യം നോക്കിയാൽ കിലിയൻ എംബാപ്പെ, ഒസ്മാനെ ഡെമ്പലെ, മൈക്കൽ ഒലീസെ, ഡിസൈർ ദുവെ, ഈ ലോകകപ്പിലെ ഏറ്റവും മാരകമായ ആക്രമണ നിര ഫ്രാൻസിനാണ്. ഏറ്റവും മാരകമായ ആക്രമണ നിരയാണ് ഫ്രാൻസിന്. ഇതിൽ 4 പേരും ടീമിന് ജയിപ്പിക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകളാണ്. അതിവേഗക്കാരാണ് എംബാപ്പയും ഡെമ്പലെയും. അതിവേഗം പന്തുമായി പായുന്ന എംബാപ്പയും ഡെമ്പലെയും ആ ഗോൾ വഴി കണ്ടെത്തി ഇരുവരിലേക്കും പന്തെത്തിക്കുന്ന ഒലീസെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഈ ലോകകപ്പിൽ നടത്തിയിട്ടുള്ള അസിസ്റ്റുകളുടെ ലോകകപ്പുകളിലെ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഒലീസെ. ആ ഒലീസെ ഫ്രഞ്ച് ടീമിൻ്റെ നെടും തൂണാണ്. ഒലീസയാണ് എംബാപ്പയ്ക്കും ഡെമ്പലേക്കും പന്തെത്തിക്കുന്നത്. അത് ഭയങ്കര ഗംഭീരമായിട്ട് ഈ ലോകകപ്പിൽ മുഴുവൻ നമ്മൾ കണ്ടതാണ്. ക്വാർട്ടറിൽ മൊറോക്കോക്കെതിരെയൊക്കെയുള്ള കളി എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു ഫ്രാൻസിൻ്റെ. എംബാപ്പെ സ്ട്രൈക്കറായും ഒലീസയെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ആയിട്ടാണ് കളിപ്പിക്കുക ഇന്നത്തെ കളിയിൽ. വിങ്ങുകളിൽ ഡെമ്പലെയും ദുവെയും വരും. വിങ്ങുകളിൽ ഡെമ്പലെയും ദുവെയും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് എംബാപ്പയും ഒലീസയും. പിന്നെ എന്ത് വേണം? ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ മാനുക്കോനയും അഡ്രിയൻ റാബിയോട്ടും. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ എല്ലാ ഫുട്ബോളിലെ എല്ലാ പൊസിഷനുകളിലെ ഏറ്റവും മികച്ച താരങ്ങൾ ഇന്ന് ഫ്രാൻസിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനില്ല. അത്ര ഗംഭീര ടീമാണ് അവർ. അതുപോലെ സെൻട്രൽ ഡിഫൻസിൽ വില്യം സാലിബയും ഡയോട്ട് ഉപമെക്കാനോ നമുക്കറിയാലോ ഉപമെക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ ജൂൾസ് കുണ്ടയും ലൂക്കാസ് ഡിഗ്നയും വിങ് ബാക്കുകളായിട്ട് ജൂൾസ് കുണ്ടയും ലൂക്കാസ് ഡിഗ്നയും. അപ്പോൾ മൈക്ക് മെഗ്നാനാണ് അവരുടെ ഗോൾ കീപ്പർ ഫ്രാൻസിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ ലൈനപ്പിൽ നിന്ന് തന്നെ ഫ്രാൻസ് എത്രത്തോളം കരുത്തരാണ് എന്നത് വളരെ വ്യക്തമാണ്. മറുവശത്ത് സ്പെയിൻ കളിക്കുന്ന ഒരു കളി എന്ന് പറയുന്നത് പൊസഷൻ ഫുട്ബോളാണ്. പന്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത് പാസ് ചെയ്ത് കളിക്കുന്നതാണ്. പന്ത് കാലിൽ വെച്ചുകൊണ്ടേയിരിക്കും സ്പെയിൻ. അങ്ങനെയുള്ള പൊസഷൻ ഗെയിമാണ് സ്പെയിനിൻ്റേത്. എതിരാളികൾക്ക് പന്ത് നൽകുക എന്നൊരു ശീലമേ സ്പെയിനിലില്ല. പന്ത് എതിരാളികൾക്ക് വിട്ടുകൊടുക്കില്ല അവർ. അത് പൊസഷൻ അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. പന്തിൻ്റെ അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പന്ത് കയ്യിൽ വെച്ച് അവസരം കിട്ടുമ്പോൾ ഒറ്റ അടിയാണ് ഗോള്. ഒറ്റ ആക്രമണം അങ്ങ് നടന്നു. അതാണ് സ്പെയിനിൻ്റെ രീതി. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ് കാര്യം. പന്ത് കയ്യിൽ വെച്ചുകൊണ്ടേയിരിക്കുക, അവസരം കിട്ടുമ്പോൾ ആക്രമിക്കുക, ഗോളടിക്കുക, പന്ത് എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. അതാണ് ആ ലളിതമായ സ്പാനിഷ് തന്ത്രം. അവരുടെ കളിക്കാർ തമ്മിൽ, ഇപ്പോൾ പാസ് ചെയ്യുന്ന കളിക്കാർ തമ്മിലുള്ള മാനസികമായ അടുപ്പവും വളരെ വലുതാണ്. ആ ഇഴയടുപ്പം ഭയങ്കരമായിട്ട് ഉണ്ട്. ക്യാപ്റ്റൻ റോഡ്രിയാണ് ടീമിനെ നയിക്കുന്ന വലിയ പ്രചോദനാത്മകമായ കളി പുറത്തെടുക്കുന്ന റോഡ്രി എന്ന അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന കളിക്കാരാണ് സ്പെയിനിൽ ഇന്നുള്ളത്. ബോക്സ് ടു ബോക്സ് കളിക്കാൻ കഴിയുന്ന റോഡ്രി, ബോക്സ് ടു ബോക്സ്, ഈ ബോക്സിൽ നിന്ന് സ്വന്തം പെനാൾട്ടി ബോക്സിൽ നിന്ന് മറ്റ് പെനാൾട്ടി ബോക്സ് വരെ ഒരു കുറവും വരാതെ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് റോഡ്രി. അപ്പോൾ ആ റോഡ്രിയാണ് അവരുടെ ക്യാപ്റ്റനും, റോഡ്രി തന്നെയാണ് അവരുടെ അച്ചുതണ്ടും. ടീമിൻ്റെ പാസിംഗ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാണ് റോഡ്രിക്കുള്ളത്. പാസ് കൊടുക്കുന്നു, മേടിക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെ പാസ് ചെയ്ത് കളിക്കാനുള്ള ഒരു വല്ലാത്ത മിടുക്ക് റോഡ്രിക്ക് ഉണ്ട്. അത് ലാമിൻ യമാലിലേക്ക് എത്തുന്നത് വരെ, യമാൽ മുന്നേറ്റ നിരയിലുണ്ട്, യമാലിലേക്കും അവരുടെ മുന്നേറ്റത്തിലുള്ള കളിക്കാരിലേക്ക് എത്തുന്നത് വരെ റോഡ്രി തന്നെ അതിന് നിയന്ത്രണം, ആ പന്തിൻ്റെ നിയന്ത്രണം കൃത്യമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് റോഡ്രി തന്നെയാണ്.
ഇപ്പോൾ കഴിഞ്ഞ 2 കളിയിലും അവസാന ഘട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ മിക്കേൽ മെറീനോ ഉണ്ട് ആർക്ക് സ്പെയിനിന്. 2 കളിയിലും രക്ഷകനായത് സ്പെയിനിൻ്റെ മിക്കേൽ മെറീനോ ആണ്. അപ്പോൾ മിക്കവാറും ഇന്ന് മെറീനോ ആദ്യ 11-ൽ തന്നെ ഇറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെറീനോ ആദ്യ 11-ൽ തന്നെ ഇറങ്ങാനാണ് എല്ലാ സാധ്യതയും. അയാളിൽ നിന്ന് വല്ലാത്തൊരു പ്രതീക്ഷ ഇപ്പോൾ മെറീനോയുടെ മേലിലുണ്ട്. ഡാനി ഒൽമോ മറ്റൊരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്. അയാൾക്ക് പകരമാണ് ആദ്യ 11-ൽ മെറീനോയെ ഇറക്കാനതിനെക്കുറിച്ച് സ്പെയിൻ ആലോചിക്കുന്നത്. ഓയാർസബാലിന് പിന്നിലാകും മെറീനോയുടെ സ്ഥാനം. ഓയാർസബാലിനെ നമുക്കറിയാം, ഈ ലോകകപ്പിൽ പലപ്പോഴും ഗോളടിച്ച് സ്പെയിനെ ജയിപ്പിച്ചിട്ടുള്ള, ഒരു മത്സരത്തിൽ ഇരട്ട ഗോളടക്കം അടിച്ചിട്ടുള്ള ഓയാർസബാൽ അദ്ദേഹത്തിൻ്റെ പിറകിലായിരിക്കും. മെറീനോയെ ഇറക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആദ്യ 11-ൽ ഓൾമോയ്ക്ക് പകരം മെറീനോയെ ഇറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഓയാർസബാലിന് പിന്നിലാകും മെറീനോയുടെ സ്ഥാനം. വിങ്ങുകളിൽ യമാലും അലക്സ് ബയേനയും റോഡ്രിയും പെഡ്രിയും ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കും. റോഡ്രിയും പെഡ്രിയും ഡിഫൻസീവ് മിഡ്ഫീൽഡിലായിരിക്കും. പെഡ്രോ പോറോ, പാവു കുബാർസി, എയ്മറിക് ലാപ്പോർട്ട, മാർക്ക് കുക്കുറയ്യ എന്നിവർ കളിക്കുന്ന പ്രതിരോധം ലോകത്തെ എക്കാലത്തെയും മികച്ച പ്രതിരോധങ്ങളിലൊന്നാണ്. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധങ്ങളിലൊന്നാണ് പെഡ്രോ പോറോ, പാവു കുബാർസി, എയ്മറിക് ലാപ്പോർട്ട, മാർക്ക് കുക്കുറയ്യ. ഈ പ്രതിരോധം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധമാണ്. ഉനായ് സിമോണാണ് ഗോൾ വല കാക്കുന്നത്. അദ്ദേഹം ആൾറെഡി തന്നെ വലിയ 600 മിനിറ്റിലേറെ ഗോൾ വീഴ്ത്താതെ ഗോൾ വല കാത്ത ഒരാളായിട്ട് നിൽക്കുകയാണ് ഉനായ് സിമോണ. ഒരൊറ്റ തവണയെ ഗോൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഉനായ് സിമോണയുണ്ട്. എന്തായാലും ഫ്രാൻസും സ്പെയിനും ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 2 ഫുട്ബോൾ ശക്തികൾ ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ ഇന്ന് ലോക ഫുട്ബോൾ എവിടെയാണ് ഉള്ളതെന്നതിൻ്റെ പരിച്ഛേദമായിരിക്കും നമ്മൾക്ക് കാണാനുണ്ടാവുക. അതിശക്തമായ, അതിഗംഭീരമായ, അതിസങ്കീർണമായ കളിയായിരിക്കും ഇരു ടീമുകളും ഇന്ന് കാഴ്ചവെക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആരും ഈ എക്കാലത്തെയും വലിയ ക്ലാസിക് പോരാട്ടങ്ങളിലൊന്നായി മാറാൻ പോകുന്ന ഈ കളി കാണാതിരിക്കരുത്.